നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IRGC പൂർണ്ണമായും ഖമനേയുടെ സ്വന്തം സൈന്യമായിരുന്നു. IRGCയുടെ നിയന്ത്രണം പൂർണ്ണമായി ഖമനയെ കൈയടക്കി വച്ചിരുന്നു. ഖമനയെ കൊല്ലപ്പെട്ടതോടെ നായകനില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ IRGC. അവർ ചിതറിത്തെറിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണ ലക്ഷ്യങ്ങൾ അവർ സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അവരെ ഏകോപിപ്പിക്കുന്ന യാതൊരുവിധ സംവിധാനങ്ങളും ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്നുമില്ല. കുവൈറ്റ് സിറ്റി ടവറിന് നേർക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് രൂക്ഷമായ ഡ്രോൺ ആക്രമണം. കുവൈറ്റ് സിറ്റി ടവർ വലിയ തീപിടുത്തത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇറാന്റെ പുതിയ ആക്രമണത്തിൽ ദുബായിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ദുബായിലെ അൽബർഷിയിൽ ഡ്രോൺ അവശിഷ്ടം വാഹനത്തിൽ പതിച്ചാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടയാൾ പാകിസ്ഥാൻ സ്വദേശി. ഇതോടെ UAEയിൽ ഇറാന്റെ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4ആയി. കുവൈറ്റ് വിമാനത്താവളത്തിന് നേർക്കും ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേർക്ക് ഡ്രോൺ ആക്രമണമുണ്ടായി. ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ല. എന്നാൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിർവീര്യമാക്കിയത് 7ഓളം ഡ്രോണുകളാണ് എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണമുണ്ടാകില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തൊട്ടുപിന്നാലെ IRGC വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ നേർക്ക് അതിശക്തമായ ആക്രമണവും തുടങ്ങി. 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യാതൊരു വിധത്തിലും IRGC പെസഷ്കിയാന്റെ നിയന്ത്രണത്തിലല്ല. മറുവശത്ത് IRGC ഭ്രാന്ത് പിടിച്ചതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെ കൂട്ടയാക്രമണങ്ങൾ നടത്തുന്നു. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇപ്പോൾ പ്രതികാരം തീർക്കുന്നത് ഗൾഫ് രാജ്യങ്ങളോട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന പൂർണ്ണമായും IRGC തള്ളിക്കളയുകയും ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്ന് രാജ്യത്ത് വിവിധ തലങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത് യാത്രക്കാരിൽ വലിയ പരിഭ്രാന്തിക്കിടവരുത്തി. അബുദാബിയിലെ US താവളത്തിലും ഇറാൻ ഡ്രോണുകളെത്തി. കുവൈറ്റ്, ബഹ്റിൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ. ഇന്നലെ രാത്രി ടെഹ്റാൻ നഗരത്തിന് മുകളിൽ തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നത്. പിന്നീട് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തി. ഇതിനിടെ ടെഹ്റാനിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ തീപിടുത്തമുണ്ടായി. ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയി നേരത്തെ അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ വെല്ലുവിളിച്ചത് തങ്ങളുടെ പക്കലുള്ള വലിയ നിര ബാലിസ്റ്റിക് മിസൈലുകളുടെ മനോധൈര്യത്തിലാണ്. ഏതെങ്കിലും തലത്തിൽ ആക്രമണമുണ്ടായാൽ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ അതിശക്തമായി നേരിടാം എന്ന് ഖമനേയി കണക്കുകൂട്ടി. എന്നാൽ ഇറാന്റെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുക്കുമ്പോൾ മിക്കവയും ഇന്റർസെപ്റ്ററുകൾ താഴെ വീഴ്ത്തുന്നു. ഗൾഫ് മേഖലയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിലൂടെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി അമേരിക്കയെ കൊണ്ട് യുദ്ധം നിർത്തിക്കുകയാണ് ഇറാന്റെ മറ്റൊരു തന്ത്രം. എന്നാൽ അതും വിലപ്പോകുന്നില്ല. അമേരിക്ക ഇതിലൊന്നും അത്ര കണ്ട് ശ്രദ്ധിക്കുന്നില്ല. ഇറാന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ലാരിജാനി നേരത്തെ തന്നെ ഖമനേയുടെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്നു. ലാരിജാനിയുടെ പകയാണ് ഇപ്പോഴും യുദ്ധമൊടുങ്ങാത്തതിന് പിന്നിൽ എന്ന കണക്കുകൂട്ടൽ അമേരിക്കയ്ക്കുണ്ട്. ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വാഷിംഗ്ടൺ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലാരിജാനി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നെനിക്കറിയില്ല. അദ്ദേഹം ആരാണെന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലാരിജാനിയെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഫാക്ടറികൾ പൊട്ടിത്തെറിക്കുന്നു. നാവികസേന കടലിൽ മുങ്ങിത്താണുപോയി. അത് കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നു. 6 ദിവസങ്ങൾക്കുള്ളിൽ 42 കപ്പലുകളാണ് അമേരിക്ക മുക്കിയത്. നാവികസേന പൂർണ്ണമായി പോയി എന്ന് ട്രംപ് പറയുന്നു. അവരുടെ സൈന്യത്തിൻ്റെ ഓരോ ഘടകവും വീണുകൊണ്ടിരിക്കുന്നു. അവരുടെ നേതൃത്വം പോകാത്തതായി ഇനി ഒന്നുമില്ല. യുദ്ധം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും തൊടുക്കാൻ ഇറാന് കഴിയുന്നു. മിസൈൽ ആക്രമണങ്ങളുടെ തോത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടം ഡ്രോണുകളാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കറുകൾ ആക്രമിക്കാൻ ഇറാൻ തൊടുത്തത്. ഇതോടെ കൂടുതൽ കലിപ്പിലായി ഇസ്രയേൽ. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ഇറാന്റെ എല്ലാ എണ്ണപ്പാടങ്ങളും നശിപ്പിക്കാനുള്ള ഉത്തരവാണ് പിന്നീട് IDF നൽകിയത്. 1ലധികം ആക്രമണങ്ങൾ ഇന്നലെ രാത്രി നടന്നു എന്ന് ലെബനീസ് അധികൃതരും ഉറപ്പിച്ചു പറയുന്നു. ഓൺസ്ലോട്ട് ഘട്ടം, ഇതാണ് പുതിയ ആക്രമണ രീതിയെക്കുറിച്ച് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നത്.
യുദ്ധം അതിൻ്റെ രൂക്ഷതയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി നമുക്ക് കാഠിന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. കാരണം ഏറ്റവും കഠിനമായി ശത്രുവിനെ ആക്രമിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ പറയുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ടെഹ്റാൻ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തേക്കും എന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഏറ്റവും ശക്തമായ ആക്രമണഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇസ്രായേലും US-ഉം ഒക്കെ ഇറാനിയൻ ആകാശത്തിനുമേൽ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇനിയും ഈ യുദ്ധത്തിൽ നിരവധി ലക്ഷ്യങ്ങളും അത്ഭുതങ്ങളും കാത്തിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഖമനേയുടെ കൊലപാതകത്തോടെ ഇപ്പോൾ നേതൃത്വത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ ദൃശ്യമാണ്. അതിൻ്റെ ഭാഗമാണ് മസൂദ് പെസഷ്കിയാൻ്റെ ക്ഷമാപണവും അതിനു പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ആക്രമണവും. ദുബായിൽ എമിറാത്തി നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുൻഭാഗത്താണ് പ്രൊജക്ടൈൽ തടസ്സങ്ങളുണ്ടായത്. ദുബായ് മറീനയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ശനിയാഴ്ച ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഇറാഖി കുർദിഷ് നഗരമായ എർബലിന് മുകളിലൂടെ ശനിയാഴ്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ഡ്രോണുകൾ പറക്കുകയും അവയെ വെടിവെച്ചിട്ടുവെന്ന് ഇറാഖ് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഒരു ലക്ഷ്യപ്പട്ടിക മുൻനിർത്തിയാണ് ഇസ്രയേലും അമേരിക്കയും ആക്രമിക്കുന്നത്. മറുവശത്ത് ലക്ഷ്യപ്പട്ടികയൊന്നുമില്ല. തലകും വിലങ്ങും ഡ്രോണുകളും മിസൈലുകളും. ആര് ഡ്രോണുകൾ അയക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ തർക്കമാണ് ഇറാനിൽ. മറുവശത്ത് കൃത്യതയോടെ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ കൂടി തീർത്ത് അവരെ മുട്ടുകുത്തിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. യുദ്ധത്തിലെ ചില കാഴ്ചകൾ നമ്മെ അമ്പരപ്പിക്കും. 1979 മുൻപ് അമേരിക്ക നൽകിയ കുറേ യുദ്ധവിമാനങ്ങൾ, ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ നിരവധി യുദ്ധവിമാനങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുകയായിരുന്നു ഇറാൻ. ടെഹ്റാന്റെ തെക്കുഭാഗത്തുള്ള ഇസ്ഫഹാൻ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന F-14 വിമാനങ്ങളുടെ ഒരു വലിയ കൂട്ടം. യുദ്ധത്തിൽ ഉപയോഗിക്കാനായാണ് അത് കേടുപാടുകളൊക്കെ തീർത്ത് ഇറാൻ സൂക്ഷിച്ചു വെച്ചത്. ഈ വിമാനങ്ങളുടെ കൂട്ടം ഇറാനിയൻ വ്യോമസേനയുടെ ഒരു നെടുംതൂണായിരുന്നു. ചരിത്രപരമായി അവരുടെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ ഈ വിമാനപ്പടയെ അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ F-14 വിമാനങ്ങളുടെ വലിയ നിര ഇസ്ഫഹാൻ വിമാനത്താവളത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഈ ജെറ്റുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ടെഹ്റാനും സമീപത്തുമുള്ള 5 എണ്ണ പ്ലാന്റുകൾക്കാണ് ഇസ്രായേൽ തീ കൊളുത്തിയിരിക്കുന്നത്. വലിയ സ്ഫോടനങ്ങളിലൂടെ അവയെ തകർത്തെറിഞ്ഞു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റു എന്ന് ബഹ്റിൻ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ തങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ ആക്രമിക്കുമെന്നവർ നിലപാടെടുത്തു. വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നു. എന്നാൽ പെസഷ്കിയാൻ്റെ വാക്കുകൾ വെള്ളത്തിൽ വരച്ചതുപോലെയായി. ഗൾഫിലെ രാജ്യങ്ങൾക്ക് മേൽ ഇനിയും കടുത്ത ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിർന്നാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഇസ്രായേൽ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.